കേരളത്തിൽ വേറെ എവിടെയും മന്തി ഇല്ലേ? ഇല്ല, ഇവിടെ ഇത്ര തിരക്ക്. ഇത് അൽ ഫസ്ലൂഫ്, പിന്നെ ജമൈക്കൻ, പിന്നെ തന്നെ ഡൈനാമൈറ്റ്. ഇത് നമ്മുടെ സ്വന്തം ബീഫ് റിബ്. 4500 വർഷങ്ങൾക്ക് മുമ്പ് കിഷ് നഗരം ഭരിച്ച രാജ്ഞി, മൊസപ്പൊട്ടാമിയയിലെ സുമേറിയൻ രാജാക്കന്മാരുടെ ഏക രാജ്ഞി കുബാബ നമ്മുടെ കോഴിക്കോടും ഭരിക്കാൻ പോകുന്നു. ഇത്രയും കസേര വെയിറ്റിംഗിൽ ഇടണമെങ്കിൽ ഇവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആയ ബീഫ് റിബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഇങ്ങനെ അലിഞ്ഞു പോവാ. അടുത്ത ഇവരുടെ സിഗ്നേച്ചർ അൽ ഫസ്ലൂഫ്. ഇതിലും കാഷും ബട്ടർ ഒക്കെ ഇട്ടിട്ട് അരച്ച് ചേർത്ത സാധനം. സംതിങ് വെറൈറ്റി കേട്ടോ. അൽ ഫസ്ലൂഫും കുറച്ച് റൈസും. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല മസാല ഉണ്ട്. ഒരു മൈൽഡ് ഫ്ലേവറാണ്, സ്പൈസി അല്ല, ഓവർ ക്രീമി അല്ല. ജമൈക്കൻ എല്ലാത്തിലും നല്ല മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്പൈസിയാണ്. ഇതിന് ഡൈനാമൈറ്റ് ജസ്റ്റ് പീസ് വിട്ട് ഒരു കളിയില്ല. ഇത് സ്പൈസിയാണ്, പക്ഷെ ജമൈക്കൻ കുറച്ചും കൂടി ഒരു പുളിപ്പ് ഫീൽ ചെയ്യുന്നു. ആ കാണുന്ന കസാരയൊക്കെ കണ്ടോ? സാധാരണ കല്യാണപ്പുറക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കൊടുക്കാനൊക്കെ കാണുക. ഇതിൻ്റെ പുറത്തും എല്ലാത്തിലും നല്ല മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്പൈസിയാണ്, പിന്നെ കുറച്ച് ഒരു ടാങ്കി ഫീലുണ്ട്. ജമൈക്കൻ പവർ സാധനം കേട്ടോ. എല്ലാത്തിലും മസാല ഇല്ലോണ്ട് പൊതുവെ എനിക്ക് മയോണൈസ് ഇഷ്ടമല്ല. ഈ മസാല ഇല്ലോണ്ട് നല്ല, പിന്നെ വളരെ നല്ല പച്ചമാങ്ങ സാലഡ് ഉണ്ട്. സ്പൈസി മാനേജ് ചെയ്യണമെങ്കിൽ ഒറ്റ വഴിയല്ലോ, കുറച്ച് മയോണൈസ് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് സൈഡിലെ ചോറും മയോണൈസും. കത്തുന്നു. സ്പൈസി ഇഷ്ടപ്പെടുന്നവർ മാത്രം ജമൈക്കൻ ചൂസ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഇവരുടെ സിഗ്നേച്ചറായ അൽ ഫസ്ലൂഫ്, പിന്നെ നമ്മുടെ സ്വന്തം ബീഫ് റിബ്. അല്ല കടിക്ക്. ഇവരുടെ മന്തി റൈസും അടിപൊളിയായിരുന്നു. കൂട്ടത്തിൽ അവരുടെ ചട്നിയും ആ മയണൈസൊക്കെ കൂട്ടി കഴിക്കാനുണ്ടല്ലോ, സംഭവം വേറെ ലെവലാണ്. കയ്യേറ്റ് വരണമെങ്കിൽ ഒരു ഓർഡർ ഷോടിക്കേണ്ടി വരുന്നത്. വെറുതെ അല്ലേ ഇട്ടിരുന്നു. നോക്കിയേ, ഇപ്പൊ കല്യാണത്തിന് വന്നാലല്ലേ. ഇങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടോ? ഓണസ്റ്റ് റിവ്യൂ പറ. അടിപൊളി ഭക്ഷണം. ഒരു 10ൽ എത്ര കൊടുക്കാം? 10ൽ 10 കൊടുക്കാം. 10ൽ 100 ഉണ്ടെങ്കിൽ 100 കൊടുക്കാം. അത് ഇത്തിരി ഓവറല്ലടാ. നേരത്തെ ആ കസേര മൊത്തം കണ്ടരം വിചാരിച്ചില്ല, അതൊക്കെ ഫുള്ളാവും. നമ്മൾ സത്യത്തിൽ കുറച്ച് ഒരു 7-6 മണിക്ക് വന്നുകൊണ്ട് കറക്റ്റ് വലിയ റഷ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റി. കഴിച്ച് ഇറങ്ങുമ്പോഴേക്ക് ഒരു വലിയ VIP കല്യാണത്തിന് പോയ പ്രതീതി ഉണ്ടല്ലേ. എന്തൊരു പ്രതീതി തന്നെ, പ്രതിനിധി. ഒരു VIP കല്യാണത്തിന് പോയാലുണ്ട്. സംഭവം ഹൈപ്പ് മാത്രമല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഫുഡിന്.